मित्रों, ये वायनाड हमारा राहुल बाबा का भी मत क्षेत्र है। ഈ വയനാട് സുഹൃത്തുക്കളെ നമ്മുടെ രാഹുൽ ജിയുടെ മണ്ഡലം കൂടിയാണ്. राहुल बाबा बोला मैं, രാഹുൽ ബാബയുടെ മണ്ഡലം കൂടിയാണ്. मित्रों, राहुल बाबा 15 साल अमेठी के सांसद रहे। अमेठी की स्थिति तब तक नहीं सुधारी, बाद में अमेठी से वायनाड आए। 15 വർഷക്കാലം അമേഠിയുടെ ജനപ്രതിനിധിയായിരുന്നു രാഹുൽ ബാബ. പക്ഷേ അമേഠിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവർ ഓടി വയനാട്ടിലേക്ക് വന്നതാണ്. मैंने राहुल बाबा जैसा टूरिस्ट पॉलिटिशियन नहीं देखा है। कहां अमेठी, कहां वायनाड, मगर वायनाड वालों यहां पर भी टूरिज्म करने के लिए ही आए हैं। वायनाड के विकास में कुछ नहीं होने वाला। ഞാൻ ഇതുപോലത്തെ രാഹുൽ ബാബയെ പോലുള്ള രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അമേഠിയിൽ, ചിലപ്പോൾ വയനാട്ടിൽ അദ്ദേഹം ഒരു വിനോദസഞ്ചാരിയായി വന്നിരിക്കുകയാണ്. ഒരു വികസനവും അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. मित्रों, मगर मैं आपको गारंटी देता हूं, वायनाड में भारतीय जनता पार्टी और सीके जानू को जिता दीजिए, भाजपा के हमारे प्रत्याशी को जिता दीजिए। वायनाड को देश में सबसे विकसित जिला बनाने का काम भारतीय जनता पार्टी और एनडीए के विधायक करेंगे। എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നു, നിങ്ങൾ വയനാട്ടിൽ നിന്നും സി.കെ. ജാനുവിനെ വിജയിപ്പിച്ചാൽ, മറ്റ് എൻ.ഡി.എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ, ഞങ്ങൾ വയനാടിനെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗതി നേടിയ ജില്ലയാക്കി മാറ്റുമെന്ന്. मित्रों, कांग्रेस और गांधी परिवार के लिए जनता केवल वोट बैंक है। जनता केवल वोट बैंक है और सरकार मनी बैंक है। സുഹൃത്തുക്കളെ, ഈ ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും ജനങ്ങൾ കേവലം വോട്ട് ബാങ്കുകൾ മാത്രമാണ്. സർക്കാർ പണമുണ്ടാക്കാനുള്ള ബാങ്കുകളുമാണ്. मित्रों, जब यूपीए की सरकार 10 साल रही केंद्र में, देश की जनता ने उनको मैंडेट दिया। मैंडेट तो जनता का विकास करने का था। जनता का विकास तो नहीं हुआ, मगर 12 लाख करोड़ 12 लाख करोड़ रुपए के घपले, घोटाले और करप्शन करने का काम यूपीए ने किया। സുഹൃത്തുക്കളെ, 10 വർഷം യു.പി.എ സർക്കാർ ഇന്ത്യ ഭരിച്ചു. അവർക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ജനവിധി നൽകിയത് ഇവിടെ വികസനം കൊണ്ടുവരാനാണ്. പക്ഷെ അവർ വികസനം കൊണ്ടുവന്നില്ല. അവർ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തി, കുംഭകോണങ്ങൾ നടത്തി പണം സമ്പാദിച്ചു. हमारे प्रधानमंत्री नरेंद्र मोदी जी ने केरल के लिए फास्ट का विजन रखा है। FAST, एफ से मतलब है फिशरीज और फर्टिलाइजर, ए से मतलब है एग्रीकल्चर और आयुर्वेद, एस से मतलब है स्किल डेवलपमेंट एंड सोशल एम्पावरमेंट, और टी से मतलब है टूरिज्म और टेक्नोलॉजी। ये सारी चीजें केरल के विकास की नींव बन सकती है, फाउंडेशन बन सकती है। ഈ കേരളത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ AST എന്ന് പറയുന്ന 3 കാര്യങ്ങൾ, എ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, കൃഷി, അതുപോലെ തന്നെ ഇവിടുത്തെ വികസനം, അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ നൈപുണ്യ വികസനം, തൊഴിൽ ദാനം, അതുപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ ടൂറിസം, ആ ടൂറിസത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ വികസനം, ഇതെല്ലാം സാധ്യമാക്കി നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ്. भैया, टूरिज्म और टेक्नोलॉजी, ടൂറിസത്തിന്റെ കൂടെ സാങ്കേതികമായ വിദ്യയുടെ വികസനവും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സാധ്യമാക്കി. मित्रों, पिछले कुछ वर्षों से, करीब 2 दशक से केरल का विकास थमा पड़ा। ये केरल पूरे देश में
पर्यटन के अंदर, टूरिज्म के अंदर 1 नंबर था। सबसे ज्यादा लिटरल प्रदेश कोई था तो ये हमारा केरल है। मगर 2 दशक से एलडीएफ, यूडीएफ, यूडीएफ, एलडीएफ, एलडीएफ, यूडीएफ, यूडीएफ, एलडीएफ, केरल का विकास बंद पड़ा हुआ है। और ये केरल भ्रष्टाचार के अंदर, तुष्टीकरण के अंदर, एपीसमेंट के अंदर और पॉलिटिकल वायलेंस के अंदर फंसा पड़ा है। സുഹൃത്തുക്കളെ, ഈ കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന പ്രദേശമായിരുന്നു. അതുപോലെ തന്നെ സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ യുഡിഎഫും എൽഡിഎഫും മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവര് കഴിഞ്ഞ കുറച്ചു കാലമായി ഇവിടെ അഴിമതി നടത്തുന്നു, വർഗീയ ധ്രുവീകരണം നടത്തുന്നു, ഇവിടെ വലിയ തട്ടിപ്പ് നടത്തുന്നു. അവർ ഈ സംസ്ഥാനത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. मित्रों, यूडीएफ और एलडीएफ दोनों एपीसमेंट की पॉलिटिक्स करते हैं और एनडीए डेवलपमेंट की पॉलिटिक्स करता है। സുഹൃത്തുക്കളെ, ഈ യുഡിഎഫും എൽഡിഎഫും ഇടതും വലതും മുന്നണികൾ പ്രീണന രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ ബിജെപി വികസനത്തിന്റെ രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത്. मित्रों, ये यूडीएफ और एलडीएफ, कम्युनिस्ट और कांग्रेस दोनों कंफ्यूज पार्टी है, बहुत कंफ्यूज है। यहां पर तो एक दूसरे के खिलाफ लड़ते हैं और बंगाल में कांग्रेस और कम्युनिस्ट इलू इलू करते हैं, साथ में चुनाव लड़ते हैं। ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ യുഡിഎഫും എൽഡിഎഫും അവർ ആശയക്കുഴപ്പത്തിലാണ്, അവർ പ്രതിസന്ധിയിലാണ്. ഇവിടെ അവർ തമ്മിൽ മത്സരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു. എന്നാൽ ബംഗാളിലെത്തിയാൽ ഐ ലവ് യു ആണ്. അവർ ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആശയക്കുഴപ്പത്തിലാണ് ഇവർ. यहां एक दूसरे के खिलाफ लड़ना, वहां गले मिलकर लड़ना। मैं कम्युनिस्टों और कांग्रेस पार्टी को पूछना चाहता हूं, आप सिद्धांतों की पॉलिटिक्स करते हैं या पॉलिटिक्स सत्ता के लिए करते हैं? ഇവരെ പരസ്പരം മത്സരിക്കുന്നു, അവിടെ ഒരുമിച്ച് നിൽക്കുന്നു. ഇവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആദർശത്തിന്റെ രാഷ്ട്രീയമാണോ നിങ്ങളുടേത്, അതല്ല അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണോ നിങ്ങളുടേത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मित्रों, कांग्रेस और कम्युनिस्ट दोनों सी से शुरू होता है और कंफ्यूजन भी सी से शुरू होता है। ये दोनों पार्टियों की पॉलिसी में कंफ्यूजन है, नीयत में कंफ्यूजन है और लीडरशिप नेतृत्व में भी कंफ्यूजन है। ये दोनों कंफ्यूज पार्टी है, वो केरल का भला नहीं कर सकते। കോൺഗ്രസ് തുടങ്ങുന്നത് സി എന്ന അക്ഷരത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് തുടങ്ങുന്നത് സി എന്ന അക്ഷരത്തിലാണ്, കൺഫ്യൂഷൻ തുടങ്ങുന്നതും സി എന്ന അക്ഷരത്തിലാണ്. ഇവർക്കാകെ കൺഫ്യൂഷനാണ്. നയങ്ങളിൽ കൺഫ്യൂഷൻ, നേതൃത്വത്തിൽ കൺഫ്യൂഷൻ, അതുപോലെ തന്നെ സിദ്ധാന്തത്തിലും കൺഫ്യൂഷനാണ് ഇവർക്ക്. और ये दोनों पार्टियों ने मिल जाना चाहिए और नई पार्टी बनानी चाहिए, कॉमरेड कांग्रेस पार्टी बनानी चाहिए, तभी जाकर जनता को इनकी सच्चाई मालूम पड़ेगी। ഇവര് നിലവിലുള്ള രണ്ട് പാർട്ടികളും കൂടി ഒന്നാക്കി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. अरे भाई, कॉमरेड कांग्रेस पार्टी, आप क्या बोल रहे हो? കോമ്രേഡ് കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. आप लिखिए, मैं जो बोलता हूं वही बोलिए, अपना आपका मत डालिए अंदर। और यूडीएफ और एलडीएफ में आप बदल करोगे तो यू की जगह एल आ जाएगा और एल की जगह यू आ जाएगा, कोई फर्क नहीं पड़ेगा। ഈ രണ്ടു കൂട്ടരും തമ്മിൽ യോജിക്കുമ്പോൾ എല്ലിന്റെ സ്ഥലത്ത് യു, ആ യുവിന്റെ സ്ഥലത്ത് എൽ, ഇത് മാത്രം മാറ്റിയാൽ മതി, വേറൊരു വ്യത്യാസവും വരുത്തേണ്ട ആവശ്യമില്ല. डॉलर स्कैम की जगह सोलर स्कैम आएगा, कोई फर्क नहीं पड़ेगा।
ഡോളർ എന്ന വാക്കിനു പകരം സോളാർ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി, ഒരു വ്യത്യാസവുമില്ല. भगवान अय्यप्पा के भक्तों पर लाठी चलने की जगह भगवान पद्मनाभ स्वामी के भक्तों पर लाठी चलेगी, कोई फर्क नहीं पड़ेगा. ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാരുടെ മുകളിലേക്ക് ശരീരത്തിലേക്ക് രാത്രി ചാർജ് ചെയ്യുന്നു. അതിന് മറ്റേ കൂട്ടർ ശ്രീ പത്മനാഭ സ്വാമിയുടെ ഭക്തന്മാർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുന്നു. ഒരു വ്യത്യാസവുമില്ല. और सीपीएम के पास एसडीपीआई है तो कांग्रेस के पास मुस्लिम लीग है, कोई फर्क नहीं पड़ेगा. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ SDPI ഉണ്ട്, കോൺഗ്രസുകാരുടെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, വ്യത്യാസമില്ല. मित्रों, पिनराई विजयन के नेतृत्व में गोल्ड स्कैम हुआ, उनको बदलोगे तो कांग्रेस की सरकार आएगी जो सोलर स्कैम करने वाले को मुख्यमंत्री बनाएगी. പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വർണ്ണ കള്ളക്കടത്തിലാണ് പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റി കോൺഗ്രസ് വന്നാൽ അത് സോളാർ അഴിമതിയിൽപ്പെട്ട കൂട്ടരായിരിക്കും അധികാരത്തിൽ വരിക. मित्रों, मैं जब भी आता हूं विजयन जी को सवाल पूछता हूं, वो बड़ा गुस्सा हो जाते हैं कि अमित भाई सवाल क्यों पूछते हैं. अरे विजयन जी, आप मुख्यमंत्री है, आपको सवाल नहीं पूछूंगा तो किसको पूछूंगा, बताइए जरा. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വരുന്നു അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം വരും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് മുഖ്യമന്ത്രിയല്ലേ, ഞാൻ അങ്ങയോടല്ലാതെ പിന്നെ ആരോടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? मित्रों, मैं आज फिर से इनके सामने सोलर डॉलर स्कैम के लिए, गोल्ड स्कैम के लिए कुछ सवाल दोहराना चाहता हूं. बार बार इसलिए दोहराता हूं कि इन्होंने जवाब नहीं दिए हैं. ഞാൻ വീണ്ടും ഈ ഡോളർ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ചോദിച്ചപ്പോഴൊന്നും എനിക്ക് മറുപടി ലഭിച്ചിട്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. क्या गोल्ड और डॉलर स्कैम का मुख्य आरोपी आपके अधीन आपकी ऑफिस में काम करता था या नहीं करता था? ഈ സ്വർണ്ണ കള്ളക്കടത്തിന്റെയും ഡോളർ കള്ളക്കടത്തിലെയും പ്രധാന കുറ്റാരോപിതൻ അങ്ങയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നുവോ ഇല്ലയോ? क्या आपकी सरकार ने उनको 3 लाख रुपया हर महीने वेतन दिया था या नहीं दिया था? അങ്ങയുടെ ഗവൺമെന്റ് ആ വ്യക്തിക്ക് മാസം 3 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിരുന്നോ ഇല്ലയോ? उस वक्त के आपके प्रिंसिपल सेक्रेटरी ने ये तस्करों की मदद की थी या नहीं की थी? അന്ന് അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നുവോ ഇല്ലയോ? आपके प्रिंसिपल सेक्रेटरी ने ये आरोपी महिला को सरकारी खर्चे से विदेश का टूर कराया था या नहीं कराया था? ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കുറ്റാരോപിതയായ മഹിളയെ ഗവൺമെന്റിന്റെ ചെലവിൽ വിദേശ സന്ദർശനം നടത്താൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നോ ഇല്ലയോ? ये आरोपी महिला बार बार सीएम हाउस पर क्यों आती थी? ഈ ആരോപണ വിധേയയായ ഈ മഹിള എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നും വീണ്ടും വന്നത്? एयरपोर्ट पर स्मगलिंग होने के बाद, पकड़े जाने के बाद सीएम ऑफिस ने उनको बचाने के लिए फोन किया था या नहीं किया था? ഈ എയർപോർട്ടിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ സ്വർണം പിടിച്ചതിന് ശേഷം അങ്ങയുടെ ഓഫീസിൽ നിന്നും ആ പിടിച്ച സ്വർണം വിട്ടുകൊടുക്കാൻ ഫോൺ പോയിരുന്നോ ഇല്ലയോ? आपने ईडी और कस्टम के ऑफिसरों पर जो हमला हुआ इसकी डिटेल जांच क्यों नहीं की? ഈ അന്വേഷണം നടത്തുന്ന ഇഡിയുടെയും കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടന്ന അക്രമത്തിനെതിരെ
അങ്ങയുടെ ഗവൺമെന്റ് കൃത്യമായ അന്വേഷണം നടത്തിയോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? मित्रों, मैं विजयन जी को कहना चाहता हूं, जरा सी भी शर्म बची है तो चुनाव के पहले इन सारे सवालों के जवाब केरल की जनता के सामने देने चाहिए। എനിക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത്, അങ്ങക്ക് ആദർശമുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് അങ്ങ് ഉത്തരങ്ങൾ നൽകണം. मित्रों, ये सीपीएम के लोगों ने सबरीमाला के मंदिर में प्रवेश करते हुए श्रद्धालुओं पर, महिलाओं पर, पुरुषों पर, बच्चों पर लाठीचार्ज कर कर अपना क्रूर और नास्तिक चेहरा केरल की जनता के सामने उजागर किया। സുഹൃത്തുക്കളെ, ഈ ശബരിമലയിൽ പോയ ഭക്തന്മാർക്ക് നേരെ അവിടത്തെ സ്ത്രീകൾ, കുട്ടികൾ, അമ്മമാർ അവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഭക്തജനങ്ങൾക്ക് നേരെ ഈ CPM സർക്കാർ ലാത്തി ചാർജ് നടത്തിക്കൊണ്ട് അവരുടെ ക്രൂരവും അവിശ്വാസത്തിന്റെയുമായ ക്രൂരമുഖം അവർ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. जब अयप्पा के श्रद्धालुओं को, अयप्पा के भक्तों को लाठी से पीटता जाता था, ये कांग्रेस पार्टी चुप बैठी थी। ഈ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ലാത്തി ചാർജ് നടക്കുമ്പോൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസുകാർ മിണ്ടാതിരിക്കുകയായിരുന്നു. बीजेपी और एनडीए का दृढ़ मत है, मंदिरों का मैनेजमेंट भक्तों के हाथ में होना चाहिए, नास्तिकों के हाथ में नहीं होना चाहिए. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇന്ത്യയുടെ നയം, ക്ഷേത്രത്തിന്റെ ഭരണം അത് വിശ്വാസികളുടെ കയ്യിലായിരിക്കണം, അല്ലാണ്ട് അവിശ്വാസികളുടെയും സർക്കാരിന്റെയും കയ്യിലായിരിക്കരുത് എന്നുള്ളതാണ്. मित्रों, ये कम्युनिस्ट पार्टी ने केरल पब्लिक सर्विस कमीशन को कम्युनिस्ट पार्टी का अड्डा बना दिया है. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കേരളത്തിന്റെ PSCയെ, പബ്ലിക് സർവീസ് കമ്മീഷനെ അവരുടെ പാർട്ടിയുടെ ഒരു ഘടകമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. नेशनल हाईवे के लिए 65,000 करोड़ रुपीस, ദേശീയ ഹൈവേയുടെ വികസനത്തിനായി 65,000 കോടി രൂപ, कोची मेट्रो के विकास के लिए 1,957 करोड़ रुपीस, കൊച്ചി മെട്രോയുടെ വികാസത്തിനു വേണ്ടി 1,957 കോടി രൂപ, लोकल बॉडीज की मदद के लिए 12,544 करोड़ रुपीस, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 12,544 കോടി രൂപ, आपदा प्रबंधन के लिए, रिलीफ एंड रिहेबिलिटेशन के लिए 1,738 करोड़ रुपीस, ഈ ദുരന്ത സമയത്ത് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ, പുനരധിവാസം നടത്താൻ ആ ആവശ്യങ്ങൾക്കായി 1,738 കോടി രൂപ, एग्रीकल्चर के लिए 1,086 करोड़ रुपीस, ഈ കൃഷിക്ക് വേണ്ടി 1,086 കോടി രൂപ, राज्य को स्पेशल ग्रांट 1,100 करोड़ रुपीस,